കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ സംവിധാനമാണ്. അത് എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊച്ചിയിൽ നിന്ന് ഫ്യൂവലിംഗ് ചെയ്ത് ഫുൾ ടാങ്ക് അടിച്ച് ഈ കൊല്ലത്ത് വന്ന് എത്ര മണിക്കൂർ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫ്യൂവൽ തീരും. അപ്പോൾ തിരിച്ചു പോകാനുള്ളത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം ആ ഒരു സിറ്റുവേഷൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു തെരച്ചിൽ വേണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ വിവിധ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് അവരോട് കോസ്റ്റ് ഗാർഡിൻ്റെ ചീഫിനോട് സംസാരിച്ചിട്ട് നമുക്ക് നമ്മുടെ ആശ്രാമം മൈതാനത്തിൽ അത് ഹെലിപാഡ് ക്ലീൻ ചെയ്ത് അവിടെ ലാൻഡ് ചെയ്യാനും ATF കൊച്ചി എന്നുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ATFയിൽ നിന്ന് ഇതിനുള്ള ഫ്യൂവൽ കൊണ്ട് അതിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെഹിക്കിൾ അവിടെ. ഇന്ന് ഒരു 7 മണിക്കൂർ, കാരണം ഇതൊരു 1600 ലിറ്റർ ATF ആണ് വരുന്നത്. അപ്പം വെഹിക്കിളാണ്, ഹെവിയാണ് വെഹിക്കിൾ. റോഡിൻ്റെ കണ്ടീഷൻസ് കുറച്ച് മോശമൊക്കെ ആയതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്പീഡിൽ എത്താൻ പറ്റത്തില്ല. എന്നാലും അവരിന്ന് വൈകുന്നേരത്തേക്ക് എത്തും. ഇനി ഇൻ കേസ് ആശ്രാമ മൈതാനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്ലാൻ ബി നമ്മൾ അമൃതമഠത്തിൻ്റെ മൈതാനം അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് എല്ലാം തീർത്ത് അതും റെഡിയാണ്. ഇനി അതും നടന്നില്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ സിയും കണ്ടുവച്ചിട്ടുണ്ട്. കാരണം ക്ലൈമറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്നുള്ളൊരു കൺസേൺ ഉള്ളതുകൊണ്ട് 2-3 പ്ലാൻസ് നമ്മളുടെ മുമ്പിൽ ഉണ്ട്. ഇത് സക്സസ്ഫുൾ ആയിട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പുറത്തെ ഒരു വിലയിരുത്തൽ. ഞാൻ ആക്ച്വലി പ്ലാൻ എ നമ്മുടെ ആശ്രമം എന്നുള്ളത്, അടുത്തത് എന്തെന്നുള്ള ചിന്ത തന്നെ. കാരണം എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ് ഈ ജില്ലയിൽ. അപ്പം ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എവിടെയൊക്കെ. അപ്പോൾ പല എഞ്ചിനീയറിംഗ് കോളേജിനെ പറഞ്ഞു, പിന്നെ റാവീസിൻ്റെ ഉണ്ട്, മറ്റേത് പറഞ്ഞു. അപ്പോൾ ഓരോന്നും നമ്മൾ നോക്കുമ്പം ഈ വലിയ ടാങ്കർ ലോറി കയറാനുള്ള പ്രശ്നങ്ങൾ, പിന്നെ സോയിലിൽ വന്ന് അങ്ങനത്തെ ഹെലിപ്പാഡിൽ വന്ന് ഈ മഴയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്റ്റേഡി ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത് അമൃതമഠത്തിൻ്റെ മൈതാനം ഞാനത് സംസാരിക്കാം. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറാണ് അത് പറഞ്ഞത്. അദ്ദേഹമാണ് അത് ആക്ച്വലി കോർഡിനേറ്റ് ചെയ്ത് എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനും അദ്ദേഹത്തോട് കാര്യങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഇത് പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് പോകുന്നതെന്നുള്ളത് അദ്ദേഹം ആണ് ആക്ച്വലി മഠത്തിലെ കാര്യങ്ങൾ എനിക്ക് സപ്പോർട്ട് തന്നത്. തീർച്ചയായിട്ടും എനിക്ക് അവരുടെ ഹെലിപാഡിൻ്റെ എന്താ പറഞ്ഞ ഡയമീറ്റർ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഡയമെൻഷൻസ് സ്കെച്ച് ഉൾപ്പെടെ അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ എനിക്ക് അയച്ചു തന്നു. മിനിസ്റ്ററുമായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരപ്പം തന്നെ വില്ലിങ്സ് രാത്രി തന്നെ അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള നാഷണൽ ഹൈവേയുടെ അടുക്കുന്ന അതിൻ്റെ ബിറ്റുമെനോ മറ്റേ കോൺക്രീറ്റിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവരികയും അത് അതിനുള്ള എല്ലാ നടപടികളും അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പ്രയോറിറ്റി ആശ്രമമാണ്. കാരണം ഇവർ പറന്ന് വന്ന് ഇറങ്ങാനുള്ള ഇതാണ്. നമുക്ക് ഓൾറെഡി എന്താ പറയുന്ന ടാറിട്ട ഒരു സംവിധാനം, അതുകൊണ്ട് 3 ഹെലികോപ്റ്റർ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള ഒരു ഹെലിപാഡ് സിസ്റ്റം നമുക്കുണ്ട് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്. പക്ഷേ അതിലൊക്കെ ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എപ്പോൾ വേണേലും ഒരു ചാലഞ്ച് ആകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരു പ്ലാൻ ബി ആണ്. അമൃതാനന്ദ മഠത്തിൽ നിന്ന് ലഭിച്ച സപ്പോർട്ട് വളരെ വളരെ പ്രശംസനീയമാണ്. അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതെ, ആശ്രമത്ത് എവിടെയാണോ വെഹിക്കിൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് അതിനോട് ചേർന്ന് തന്നെ ആ ഒരു ഫ്യൂവൽ ട്രാൻസ്ഫറിന് തന്നെ ഇച്ചിരി സമയമെടുക്കും. ഫ്യൂവൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത ഹെലികോപ്റ്റർ റീസ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. അപ്പം അതെല്ലാം കൂടെ കണക്കിലെടുത്ത് ഇന്നിപ്പം സെർച്ച് കഴിഞ്ഞിട്ട് വെഹിക്കിളിന് വേണമെങ്കിൽ നമുക്കിവിടെ മൈതാനത്ത് തന്നെ പാർക്ക് ചെയ്ത് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 500 ലിറ്ററാണ് ഒരു ഹെലികോപ്റ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ദിവസത്തേക്കുള്ള ഫ്യൂവലാണ് ഇപ്പം നമ്മളുടെ കയ്യിൽ, ഇന്ന് കൂടാതെ 3 ദിവസത്തേക്ക്. കാരണം ഇന്നത്തേത് 500 അടിച്ചിട്ടാണ് അവർ വരുന്നത്. 500 ലിറ്റർ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് നമുക്കിതിലൊരു തീരുമാനം സാധിക്കും എന്നുള്ളതാണ്. കാരണം അത്രയും സാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്.